ലൈവ് കുക്കിംഗ് ഉണ്ടോ? മീറ്റ് സ്റ്റേക്കും അങ്ങനെ ബീച്ചിൽ വരാൻ പറ്റിയ ഒരു സമയമാണ് കേട്ടോ. വലിയ ചൂടില്ല. നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ഒരു 3-4 ദിവസം അവധി കിട്ടുമ്പോഴത്തേക്ക് പണ്ട് സ്ഥിരമുള്ള പരിപാടിയായിരുന്നു ഊട്ടി, മധുര, കൊടൈക്കനാൽ ഒരു 4 ദിവസം ഒരു 10 ദിവസത്തെ പരിപാടി കൊണ്ട് നിറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ കോവളത്തൊക്കെ ഈ സായിപ്പുമാരൊക്കെ വന്ന് ബുക്കും വായിച്ചുകൊണ്ട് കിടക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇവർക്ക് എന്ത് തലയ്ക്ക് വട്ടാണ് ഈ പൈസയും കൊടുത്ത് ഇവിടെ വന്ന് ബുക്കും വായിച്ച് കിടക്കുന്നത്. പക്ഷേ ഇന്ന് ഒരു ടൈപ്പ് ഹോളിഡേ നമ്മൾ എടുക്കാൻ വിചാരിച്ചു. ഒരു 10 ദിവസത്തേക്ക് ഒരു ഹോട്ടലിൽ വന്നിട്ട് അവിടെ മാത്രം റെസ്റ്റ്, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഈ 10 ദിവസം നമുക്ക് 10 ദിവസവും കാണിക്കില്ല, ഈ ഹോളിഡേയിൽ എന്തൊക്കെ പരിപാടിയാണ് നടന്നതെന്ന് കാണിച്ചു തരാം, ഒരു ചെറിയൊരു ഓവർവ്യൂ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഡിന്നറിന് ടൈമായി. അപ്പോൾ ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ പോയി നോക്കിയിട്ട് എന്താണ് സംഭവങ്ങളൊന്നും. റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയില്ല കേട്ടോ. നമ്മൾ ശകലം നേരത്തെ ആയിപ്പോയി. നമ്മളെ ജിം ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് പോയി കുറച്ച് എക്സസൈസ് ചെയ്യാം. വയറ്റിൽ കുറച്ച് സ്ഥലം ഉണ്ടാകും. അത്ര വലിയൊരു ജിമ്മൊന്നുമില്ല കേട്ടോ. കുറച്ച് കാർഡിയോ മെഷീൻസ് ഉണ്ട്, പിന്നെ കുറച്ച് വെയ്റ്റ് സംഭവങ്ങളുണ്ട്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, ഒരു ചെറിയൊരു സംഭവം. പിന്നെ പൂളുണ്ട്, സൺബെറ്റൊക്കെ ഉണ്ട്. നമുക്ക് വെയിൽ കായാൻ വേണ്ടിയ നമ്മളെ പൂള് ഇവിടുത്തെ വിൻ്റർ ടൈമാണ്, തണുപ്പാണ്. അപ്പം ഒരു 17-18 ഡിഗ്രി സമയമാണ്. അപ്പോൾ അത് കാരണം പൂളൊന്നും ആരും ഉപയോഗിക്കുന്നില്ല, തണുത്ത വെള്ളമല്ലേ, ഹീറ്റഡ് അല്ല പൂള്. അപ്പം അതുകൊണ്ട് അങ്ങോട്ടൊന്നും ആരും പോകാറില്ല. പക്ഷേ സൺബെറ്റിലൊക്കെ ആളുകൾ വന്ന് കിടക്കണതാണ് ഈ പകലൊക്കെ, വെയിലുള്ളപ്പോഴൊക്കെ. ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്, അതുകൊണ്ട് കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റ് എല്ലാവരും നല്ല ഡെക്കറേറ്റ് ചെയ്തിരിക്കണം, റെഡ് തീം വെച്ചിട്ട്. ലൈവ് കുക്കിംഗ് ഉണ്ട്. മീറ്റ് സ്റ്റേക്കും ഫിഷും ഒക്കെ ഗ്രില്ല് ചെയ്യും. പിന്നെ സാലഡ്, ഡിസേർട്ട്സ്, ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ ഈ സൈഡിൽ. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള സാലഡ്, ഒലീവ്സൊക്കെ. ഇത് ലഞ്ചിനും ഡിന്നറിനും എപ്പോഴും ഉള്ളത് തന്നെ. ഡിസേർട്ട്സൊക്കെ വാലന്റൈൻ തീംഡ് ഡിസേർട്ടാണ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഫ്രഷ് ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി അൺലിമിറ്റഡ് ഐസ്ക്രീമും ഉണ്ട്. കുട്ടികൾക്കല്ല, എല്ലാവർക്കും 2-3 ഫ്ലേവറുണ്ട്. നമ്മളെ സ്റ്റേയുടെ കൂടെ എല്ലാ ദിവസവും ബാറിൽ ഫ്രീ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. സ്പാനിഷ് പരിപാടികളാണ്. എന്നിരുന്നാലും വെറുതെ പോയി 2 വെള്ളമടിച്ച് സാധനം കേട്ടുകൊണ്ടിരിക്കാൻ ഒരു രസമാണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. പരിപാടിയൊന്നും സ്റ്റാർട്ടായില്ല കേട്ടോ, എല്ലാം വാമപ്പായി വരണതേ ഉള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ബാറിൽ പോയി ഒരു ബിയറിന് വാങ്ങിച്ച് അടിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യാം പരിപാടിക്ക്. ഞാൻ ഒരു പൈൻറ്റ് ബിയർ വാങ്ങിച്ച ഇനി എന്ത് സംഭവിക്കുന്നുണ്ട് ഇവിടെ. ഒരേ ഡാൻസ് തന്നെ അവിടെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ എൻ്റർടൈൻമെൻറ്റ്സ്. സമ്മർ ടൈമിൽ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്, മറ്റേ മജീഷ്യൻസും കാര്യങ്ങളുമൊക്കെ. ഈ വിൻ്റർ ആകുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. സ്പാനിഷ് മ്യൂസിക്കും ആളുകൾ കിടന്ന് ഡാൻസ് കളിക്കുന്നതൊക്കെ. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. ഇപ്പോൾ രാത്രിയായി കുറേ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. കുറച്ച് ക്രൊസോൺസ്, ഈ സ്പാനിഷ് ഓംലെറ്റാണ് അത്. നമ്മൾ ഓംലെറ്റും പൊട്ടറ്റോയും കൂടെ ചേർത്തിട്ടുള്ളത്. പിന്നെ മഷ്റൂംസ്, ടൊമാറ്റോ, ബീൻസ്, മറ്റേ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ മുട്ട പുഴുങ്ങിയത്, സോസേജ്, പിന്നെ നമ്മൾ ഓട്സ് കാച്ചിയതുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഉണ്ട്, ഹോട്ട് ചോക്ലേറ്റ്. പിന്നെ പലതരത്തിലുള്ള കോൺഫ്ലേക്സുകളുണ്ട്. പിന്നെ പല ടൈപ്പുള്ള പേസ്ട്രികൾ, ഡ്രൈഡ് ഫ്രൂട്ട്സ്, കുക്കീസ് ആൻഡ് മറ്റേ കേക്ക് കാര്യങ്ങൾ, പല ടൈപ്പ് മിൽക്ക്. പിന്നെ ഈ ചീസ്, കോൾഡ് മീറ്റ് ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ. പിന്നെ നമ്മൾ പലതരത്തിലുള്ള ബ്രെഡുകൾ വെച്ചിട്ടുണ്ട്, ടോസ്റ്ററും വെച്ചിട്ടുണ്ട്, ജ്യൂസ് മെഷീനുണ്ട്, ജ്യൂസ് വെൻഡിങ് മെഷീൻ. അതുകൂടാതെ ടീ, കോഫി വെൻഡിങ് മെഷീനും ഉണ്ട് ഇവിടെ. ഈ എല്ലാ സെലക്ഷനും ഉണ്ടെങ്കിലും ഞാൻ അവസാനം ബ്രെഡും ജാമും കട്ടൻ കാപ്പിയാണ് സ്ഥിരം.
ഒരുപാട് ചോയ്സ് ഉണ്ടെങ്കിലും പ്രശ്നമാണ്. ആദ്യമൊക്കെ ഫുള്ള് കഴിക്കുമായിരുന്നു, പിന്നെ പിന്നെ മതിയായി. നമ്മൾ ഫുഡ് അടിച്ചു കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഒന്നേ നമ്മൾ ബാറിലോട്ട് പോവുക, ബാറ് ഇവിടെ താഴെയാണ്. ഒന്നേ ബാറിൽ പോവുക, അല്ലെങ്കിൽ നമ്മൾ ബീച്ചിലോട്ട് പോവുക. ബീച്ച് ഇവിടെ നിന്നൊരു 5 മിനിറ്റ് മാക്സിമം നടക്കാനാണെങ്കിൽ. നമ്മൾ ഫുഡ് ആൻഡ് ഡ്രിങ്ക് എല്ലാം ഫ്രീ ആണ്. ഫ്രീ അല്ല, നമ്മൾ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാ 3 നേരം ഫുഡ് കഴിക്കും, എന്നിട്ട് പതുക്കെ ബീച്ചിലോട്ട് ഒരു നടക്കും. അതാണ് സ്ഥിരം പരിപാടി. നമ്മളെ ബീച്ചിന് തൊട്ടടുത്തല്ല ഹോട്ടല്, ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട് ബീച്ചിലോട്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പം കുറച്ച് ചീപ്പായിട്ടൊക്കെ നമുക്ക് ഈ അക്കോമഡേഷൻ ഇത് കിട്ടിയത്, ഈ ഹോളിഡേ. അപ്പോൾ പതുക്കെ നമുക്ക് നടന്ന് ബീച്ചിലോട്ടൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇത് നമ്മൾ മുനിസിപ്പാലിറ്റി ഓഫീസാണ്, കൗൺസിൽ എന്നൊക്കെ പറയണത് ഇവിടുത്തെ. അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് പതുക്കെ നടന്ന് ഇങ്ങോട്ട് പോകണത്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പഴയ നഗരത്തിൻ്റെ ഓൾഡ് സിറ്റിയുടെ ഏരിയയാണ്. അപ്പോൾ അതുവഴിയാണ് നമ്മൾ നടന്ന് എങ്ങോട്ട് പോകണത്, നമ്മളെ ബീച്ചിലോട്ടൊക്കെ പോകണത്. ഞാനിപ്പോൾ ഇവിടെ ഹോളിഡേക്ക് വന്നിരിക്കുന്നത് സ്പെയിനിലാണ്. സ്പെയിനിൻ്റെ വിൻ്റർ ടൈമാണ് ഇപ്പോഴും. പക്ഷേ നല്ലൊരു ക്ലൈമറ്റാണ്. ഒരു 18 ഡിഗ്രി 20 ഡിഗ്രി ടെമ്പറേച്ചറും. പിന്നെ ഇവരെ വിൻ്ററാണ് ഇപ്പോഴും. പക്ഷേ ഒരു ദിവസം എന്തോ എനിക്കൊരു മഴയുടെ ഒരു കോളായിട്ടൊക്കെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഇതുപോലെ തന്നെയായിരുന്നു. നല്ല ബ്ലൂ സ്കൈയും നമ്മൾ ബീച്ചിലൊക്കെ പോകാൻ പറ്റിയ സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഹലോ, നമ്മൾ ഓൾഡ് ടൗൺ വരുമ്പോഴത്തേക്ക് കീട്ടിലും തിരക്കാണ്. ഇവിടെ ഫുള്ള് റെസ്റ്റോറൻറ്റുകളും ബാറുകളും ഒക്കെ ആയിട്ടാണ്. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്, ബീച്ചിലോട്ട്. അങ്ങനെ ബീച്ചിൽ വരാൻ പറ്റിയ ഒരു സമയമാണ് കേട്ടോ. വലിയ ചൂടില്ല, എന്നാൽ ഒരു തണുപ്പ് ഉണ്ട് താനും. അപ്പോൾ എന്തായാലും ഇഷ്ടംപോലെ ആളുകളുണ്ട്. നമ്മളെ ഈ ബീച്ചിൽ ആളില്ലെങ്കിലും ഇതുവഴി നടക്കാനൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. നമ്മളീ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. കിടിലം മഞ്ഞും ഒരു ബഹളമായിരുന്നു. ഇവിടെ അല്ല, നമ്മൾ തുടങ്ങിയെടുത്ത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ലഞ്ചിൻ്റെ ടൈമായി. അപ്പോൾ ഹോട്ടലിൽ എത്തേണ്ട സമയം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. അപ്പോൾ നമ്മളെ തുടക്കം ഒന്ന് കണ്ടിട്ട് നമുക്ക് ലഞ്ച് കാണിക്കാം. ഇന്നുമായപ്പോഴത്തേക്ക് മഞ്ഞ് പെയ്യാൻ തുടങ്ങിയ കറക്റ്റ് ടൈമിന് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ചാടണം. വെളിയിൽ നല്ല മഞ്ഞ് കേട്ടോ. അപ്പോൾ അവർ ഇപ്പം DIC ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തണ്ട ഈ ഇതിലോട്ട് ചൂട് വെള്ളം ഒഴിച്ച് ഈ ചിറകെല്ലാം അതിൻ്റെ ഐസെല്ലാം ഇത് അലിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ DICing തീർന്നവരെ വെയിറ്റ് ചെയ്യണം. ഈ മഞ്ഞത്തുനിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. അപ്പോൾ നമ്മളെ ഡെസ്റ്റിനേഷൻ അടിപൊളി നല്ല ക്ലൈമറ്റ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ടീമുകളെല്ലാവരും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ സ്നോ സ്റ്റോമിൽ നിന്ന് നേരെ വന്നത് നമ്മളെ അടിപൊളി വെതർ, നല്ല കിടിലം ക്ലൈമറ്റിലുള്ള സ്പെയിനിലാണ്. അപ്പോൾ ഇന്ന് 19 ഡിഗ്രി എന്തോ ആണ്. അപ്പോൾ ഇവിടെയാണ് ഇനിയിപ്പം ഒരു 10 ദിവസം. നമ്മൾ എയർപോർട്ടിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ പാക്കേജിൻ്റെ കൂടെ ഫ്രീ ആയിട്ടുള്ള ഈ ബസ് ട്രാൻസ്ഫറും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൊരു ബസ്സാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ച് അതിലോട്ട് കയറ്റും. ലഞ്ചും ഡിന്നറും ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ മെയിൻ ഡിഷുകൾ അവരെപ്പോഴും ചേഞ്ച് ചെയ്യും. സലാഡ് കൗണ്ടറൊക്കെ ഏകദേശം അതുപോലെ തന്നെയാണ്. ഇത് സ്പാനിഷുകാരുടെ മെയിൻ ഡിഷാണ്, പയല എന്ന് പറഞ്ഞ സംഭവം. പിന്നെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലൈവ് കൗണ്ടറും ഉണ്ട്. പിന്നെ സൂപ്പ്, പാസ്ത, വെജിറ്റബിൾ ഐറ്റംസൊക്കെ ഉണ്ട്. വേറെ സാലഡ് ഐറ്റംസൊക്കെ ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കും എപ്പോഴേ. പക്ഷെ ഒരു പുഡിങ് ഇടയ്ക്ക് ചേഞ്ച് ചെയ്യും. പിന്നെ അതുകൂടാതെ ഡ്രിങ്ക് പാക്കേജിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ബിയർ, പകുതി ബോട്ടിൽ വൈന്, ജ്യൂസ്, വെള്ളം ഏതുവേണമെങ്കിലും എടുക്കാം ഇതിൻ്റെ കൂടെ. നമ്മളിടയ്ക്ക് ബിയർ അടിക്കും. ഞാൻ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യായിരുന്നേ. അപ്പോഴാണ് ആലോചിച്ചത് നമ്മൾ ഹോളിഡേയുടെ റൂം കാണിച്ചു തന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് റൂമും കൂടെ ഒന്ന് കാണിച്ചു തരാമേ. അപ്പോൾ നമുക്കൊരു ഡബിൾ ബെഡ്, സിംഗിൾ ബെഡ്, പിന്നെ ഒരു ടെലിവിഷൻ, പിന്നെ ഒരു ടേബിളും കാര്യങ്ങളും, ഒരു വാർഡ്രോബ്, പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു കിടിലൻ ടോയ്ലറ്റും ഉണ്ട്. പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടുന്ന് ഒരു മലയിലേക്ക് കിടിലം വ്യൂ ഉള്ളതാണ്. പക്ഷേ സൺറൈസ് ഇതുവരെ ആയില്ല. അത് കാരണം അത് കാണിച്ചു തരാൻ വഴിയില്ല. അങ്ങനെ നമ്മൾ സ്പെയിനിലെ കിടിലം ഹോളിഡേ കഴിഞ്ഞ് ഇനി ഒരു 10 മിനിറ്റിൽ നമ്മൾ ബസ് വരും എയർപോർട്ടിലോട്ട് പോകാനുള്ള. അപ്പോൾ പിന്നെ
വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. അതുവരയ്ക്കും ബൈ ബൈ. മോണിക്ക